بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുശ്ദഹു. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർദ്ധിക്കാൻ ശ്രദ്ധ ചെലുത്തുക. അതിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങൾ നിന്നിട്ട് സാധാരണ കേൾക്കാറുള്ള ഉപദേശങ്ങൾ അതിൽ നിന്നിട്ട് ജീവിതത്തിൽ പകർത്താത്ത വാക്കങ്ങൾ പകർത്താൻ ശ്രദ്ധ ചെലുത്തുക. അല്ലാഹു സഹായിക്കട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാനാണ് പാടുപെടുക. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ മസ്ജിദുൻ നബവിയിൽ നിങ്ങൾ നേരിട്ട് കേട്ടതായ ഖുതുബ ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ ബാരി സുബൈദി ചർച്ചക്കെടുത്തതായ വിഷയം രോഗം എന്നതാണ്. വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഗസാവി ചർച്ചക്കെടുത്ത വിഷയം നമസ്കാരം എന്നതുമാണ്. നാം പതിവിന് വിപരീതം മദീന കൊണ്ട് ആരംഭിക്കാം. ശേഷിക്കുന്നുണ്ടെങ്കിൽ സമയം മക്കയിലേക്ക് ചെല്ലുകയും ചെയ്യാം. അതെ, അള്ളാഹുവിൻ്റെ വിധി ലോകത്തിൽ കൃത്യമായി നടന്നുകൊണ്ടേ ഇരിക്കണം എന്ന ആയത്ത് ഓതിയും കൊണ്ടാണ് മദീന ഇമാം ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മെമ്പറിൻ്റെ മീതെ, അവരുടെ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള മെമ്പറിൻ്റെ മീതെ വെച്ച് പ്രസംഗിച്ചപ്പോൾ ആരംഭിച്ചത്. നമ്മുടെ നേതാക്കളൊക്കെ രോഗം പിടിപെട്ടവരും അവരൊക്കെ മനുഷ്യ സഹജമായി വരാൻ സാധ്യതയുള്ളതായ പ്രയാസങ്ങൾ അനുഭവിച്ചവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വൈദാ മരുത്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ എൻ്റെ രോഗത്തെ സുഖപ്പെടുത്തുന്നവൻ അവനാണ് എന്നതായ ആ പദപ്രയോഗം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപയോഗിച്ചത് നമുക്ക് പരിചയമുള്ളതും സൗദി അറേബ്യയിൽ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇവിടെയുള്ള മിക്ക ഹോസ്പിറ്റലുകളിലും എഴുതി വെച്ചതായിട്ട് കാണുന്ന ആയത്തുമാണ് ആ ആയത്ത്. കാരണം ആരുടെ കയ്യിലും ഷിഫയില്ല, ഷിഫ അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ് എന്ന തൗഹീദിൻ്റെ മജ്ജ കുറിക്കുന്നതായ ഭാഗം ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുപറയുകയും ചെയ്തു. ഇബ്രാഹിം പറഞ്ഞതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അറിയിച്ചു. നാം അതേ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ്, ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം എന്നത് പിടിപെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതാണ് രോഗം എന്നതും അതിലൂടെ നമുക്ക് നന്മയില്ലാതെ തിന്മ ഇല്ലേ ഇല്ല എന്നതും രോഗം പിടിപെട്ടതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുക, എന്താണ് അവന് നേടാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു എന്ന് മദീന ഇമാം ഊന്നി പറഞ്ഞത്. അത് പലരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്ത കാലത്ത് ചില സഹാബാക്കൾ അതിനെ കുത്തിപ്പറഞ്ഞു പ്രയാസപ്പെട്ട് പറഞ്ഞ വാക്കുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗണ്ണിച്ച ശൈലിയും എന്ന് മദീന ഇമാം പറഞ്ഞതായി നിങ്ങൾ കേട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖദാഉം ഖദറും അനുസരിച്ച് ഇവിടെ എന്ത് വരാൻ തീരുമാനിച്ച് എന്ത് വരേണ്ടതുണ്ട്, ആർക്ക് എവിടെയൊക്കെ ഏത് സന്ദർഭങ്ങളിലൊക്കെ പ്രയാസം വരേണ്ടതുണ്ട്, രോഗം പിടിപെടേണ്ടതുണ്ട്, ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച തീരുമാനം ആണ്. നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസാന കാലഘട്ടത്തിൽ 2 ആഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറവ് റസൂലുള്ളാഹിക്ക് രോഗം പിടിപെട്ടതായ വാർത്ത നബിയുടെ മരണ വാർത്ത പറയുന്ന സന്ദർഭത്തിൽ വിശദീകരിക്കാറുണ്ട്. നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രോഗം പിടിപെട്ട സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായ ശൈലി നിങ്ങളെ കേൾപ്പിച്ചു മദീന ഇമാം. ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ രോഗത്തിലൂടെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെയും കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അവർ രോഗശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ കടന്നതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പനി ബാധിച്ചത് കൊണ്ടുള്ളതായ വേദന അനുഭവിക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ നാം കേൾക്കാറുള്ളതായ ഹദീസാണ്, എനിക്ക് സാധാരണക്കാരുള്ളതിൻ്റെ ഡബിൾ പ്രയാസമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ഇഷ്ടപ്പെട്ട ദാസനും അടിമയും അള്ളാഹുവിൻ്റെ നബിയും റസൂലും ഇതൊക്കെ ആയതോടുകൂടി തന്നെ രോഗത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചില്ല. കാരണം എത്ര തന്നെ അവരുടെ ബഹുമതിയും ബഹുമാനവും ഉയരുന്നു, അത്ര തന്നെ അത് അനുസരിച്ചിട്ട് അവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗത്തിലൂടെ പരീക്ഷണങ്ങളിലൂടെ അവരുടെ ഗ്രേഡ് ഉയരാൻ വേണ്ടി പരീക്ഷിക്കുകയും ചെയ്തു എന്നർത്ഥം. അതെ, അതുകൊണ്ട് ആദമിൻ്റെ സന്തതികൾക്ക് ഇറങ്ങുന്നതായ രോഗങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനമനുസരിച്ച ആ രോഗങ്ങളല്ലാതെ ഇവിടെ ഇറങ്ങുകയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി, അവൻ്റെ കൽപ്പന അനുസരിച്ച് ഇവിടെ എന്ത് രോഗം ബാധിക്കുകയാണെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശിഫ ഇറക്കിയിട്ടുണ്ട് താനും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായ ഭാഗമാണ്, ഇവിടെ വല്ല രോഗങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ആ രോഗത്തിനുള്ളതായ ശിഫ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇറക്കിയിട്ടുണ്ട് എന്നതായ ഭാഗം. ആ ശിഫ ഇവിടെ നാം അറിഞ്ഞവർ അറിയുന്നു, അറിയാത്തവർ അറിയുകയില്ല എന്നാണ് റസൂലുള്ളാഹിൻ്റെ ആ വാക്കിൻ്റെ പരിപൂർണത. അപ്പോൾ ഇവിടെ അറിഞ്ഞവരുണ്ട്, അറിയാത്തവരുണ്ട്. നാം ഇപ്പോൾ പലർക്കും രോഗം ബാധിക്കൽ കുറവായിരിക്കും, നമുക്കറിയാവുന്നതുപോലെ. ഇപ്പോൾ കിഡ്നി രോഗം പിടിപെട്ടവർ ഒരു 1000-ൽ 10 പേരായിരിക്കും ഉദാഹരണത്തിന്. അപ്പോൾ അതിന് 990 പേരും എന്തല്ല, കിഡ്നി രോഗം പിടിപെട്ടവരല്ല എന്നതുപോലെ നാം ആപേക്ഷികമായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മില്യൺ കണക്കിൽ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരിൽ നിന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവർ വളരെ തുച്ഛം പേരാണ്. അപ്പോൾ രോഗം പിടിപെടുന്നവരെന്ന് പറയുന്നത് അവരാപേക്ഷികമായിട്ട് എണ്ണം കുറവാണ് എങ്കിലും ആ എണ്ണം കുറഞ്ഞവരുടെ രോഗങ്ങൾക്കുള്ള ശിഫയും രോഗം പിടിപെട്ടാലുള്ളതായ രോഗങ്ങൾക്കുള്ള ശിഫയും എല്ലാം ഈ രോഗം പിടിപെടാത്തവർക്ക് രോഗം ബാധിക്കാതിരിക്കാനുള്ള കാരണവും എന്താണ് എന്നതൊക്കെ നാം ചിന്തിക്കുകയാണെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ശിഫയുണ്ട്. അതുകൊണ്ട് നമുക്ക് പല രോഗങ്ങൾ വരുമ്പോൾ രോഗം പെട്ടെന്ന് ആ ഭക്ഷണത്തിലൂടെ സുഖപ്പെടുന്നു. അതുപോലെ തന്നെ നാം കഴിക്കുന്ന പാനീയങ്ങളിൽ എന്തുണ്ട്, ശിഫയുണ്ട്. നാം കഴിക്കുന്ന ഖുദ്റാവാത്ത്, പച്ചപ്പനങ്ങളും പഴവർഗ്ഗങ്ങളും അതിലെല്ലാം ശിഫയുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെല്ലാം ശിഫ വെച്ചത് കൊണ്ട് തന്നെയാണ് നാം അറിഞ്ഞിട്ടോ അറിയാതെയോ നമുക്ക് വരുന്ന പല രോഗങ്ങളിൽ നിന്നിട്ട് നമുക്ക് ആ രോഗം വരുന്നതിന് മുമ്പ് തന്നെ അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജി എന്ന് നാം അറബി ഭാഷയിൽ കേൾക്കാറുണ്ടല്ലോ. അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജി, പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കുക എന്നതാണ് എന്തിനേക്കാളും ഉത്തമം. രോഗം വന്നതിന് ശേഷം മരുന്നാക്കുന്നതിനേക്കാളും ഉത്തമം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. രോഗം വന്നിട്ട് കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ട് അതിനേക്കാളും വില പ്രയാസം വരുന്നതിനേക്കാളും ഉത്തമം എന്താണ്, നാം വിഖായത്ത് പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ പ്രതിരോധ വകുപ്പിൽ പെട്ടതാണ് എന്ത്, റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഭക്ഷണം, പാനീയം, അതിലൊക്കെ ലിമിറ്റ് ഉണ്ടാവുക, അത് അമിതമാവാതിരിക്കുക, അതിലൊക്കെ നമുക്ക് അനിവാര്യമായ അത്യാവശ്യമായ ഭാഗങ്ങളൊക്കെ കഴിക്കുക എന്നർത്ഥം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ ഇവിടെ നമുക്ക് നൽകുന്ന വെള്ളത്തിൽ ശിഫയുണ്ട്, നമുക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ശിഫയുണ്ട്, നമുക്ക് നൽകുന്നതായ നബാത്തുകളിലെല്ലാം ശിഫയുണ്ട്. ഇവിടെയുള്ള ഷിട്ടികളിൽ നിന്ന്, ജന്തുക്കളിൽ നിന്നിട്ട് പലർക്കും വിഷങ്ങളുണ്ട്. ആ വിഷങ്ങളിൽ വരേക്കും എന്തുണ്ട്, ശിഫയുണ്ട്. ചില ജന്തുക്കളുടെ വിഷങ്ങൾ എന്താണത്, ചില രോഗങ്ങൾക്ക് ശിഫയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും രോഗം ഇറക്കുകയാണെങ്കിൽ അതിന് ഇവിടെ ശിഫ അല്ലാഹു ഇറക്കിയിട്ടുമുണ്ട് എന്നർത്ഥം. പക്ഷേ അതിൻ്റെ അർത്ഥം നാം ഈ കേട്ടതായ ഈ തത്വം നമ്മോട് പഠിപ്പിക്കുന്നത് എന്താണ്, നമുക്ക് അള്ളാഹുവിൽ നിന്നിട്ട് നിരാശപ്പെടാനോ അള്ളാഹു ഇവിടെ ഇറക്കി തന്നതിൽ നിന്നിട്ട് ഒഴിവാക്കാനോ സാധിക്കുന്നതല്ല. നമുക്ക് എന്ത് രോഗം ബാധിക്കുകയാണെങ്കിൽ അതിനുള്ള ശിഫയെല്ലാം അള്ളാഹു ഇറക്കിയതിൽ എന്ന് വെക്കുമ്പോൾ ഇവിടെ അള്ളാഹു ഇറക്കിയതിലേക്ക് നാം ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ നാം എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയിക്കേണ്ടി വരുന്നു എന്നർത്ഥം. ഇത് കാരണത്താൽ തന്നെ മദീന ഇമാം എന്ന് സൂചിപ്പിച്ചതുപോലെ ഇൽമു തിബ്ബ് എന്ന ഇൽമിന് വളരെ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രവചനം അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി.
ഇൽമ് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ദീനിന്റെ ഇൽമ്, മറ്റൊന്ന് ദുനിയാവിന്റെ ഇൽമ്. ദീനിന്റെ ഇൽമ് അത് ഖുർആനും സുന്നത്തും പഠിച്ചുകൊണ്ട് അള്ളാഹിലേക്ക് അടുക്കാനുള്ള മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നതായ ഇൽമുൽ ഫിഖ്ഹ്, ഇൽമുൽ ഉസൂൽ, ഇൽമുൽ തഫ്സീർ, ഇൽമുൽ ഹദീസ്, ഇതൊക്കെയാണ് ഇൽമുദ്ദീൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇൽമുദ് ദുനിയ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഇൽമായിട്ട് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണിയത് അത് ഇൽമുൽ തിബ്ബിനെയാണ്, മെഡിക്കൽ വകുപ്പിനെയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ ശാരീരിക നിലനിൽപ്പിന്, ശാരീരിക രോഗങ്ങൾക്കുള്ളതായ ശിഫയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ഇൽമുൽ തിബ്ബിലുണ്ട്. ഏതുപോലെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതെല്ലാം എവിടെയുണ്ട്? ഇൽമുദ്ദീനിലുണ്ട്, ദീനീ വിജ്ഞാനങ്ങളിലുണ്ട്. അപ്പോൾ ദീനീ വിജ്ഞാനങ്ങളിലൂടെ നമ്മുടെ ആത്മാവിനെ അത് സംരക്ഷിക്കാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ തിബ്ബിലൂടെ സാധിക്കുന്നു. അതുകൊണ്ട് തിബ്ബ് വളരെ അനിവാര്യമാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്ന് മദീന ഇമാം മൂന്നി പറയുകയുണ്ടായി. മാ ബഅദൽ ഹലാലി വൽ ഹറാമി അംബലു മിനത് തിബ്ബ്, ഹലാലിന്റെയും ഹറാമിന്റെയും ശേഷം തിബ്ബിനേക്കാളും അമ്പലായ പുണ്യമുള്ള പ്രാധാന്യമുള്ള ഒരു ഇൽമ് വേറെ ഇല്ല എന്ന് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഭാഗം അദ്ദേഹം ഉണർത്തുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ആയതോടുകൂടി മനുഷ്യന്മാരുടെ കഴിവിൻ്റെ ആ കൽപ്പ് എത്രമാത്രമുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ ഈ മഹാ കഴിവിൻ്റെ മുമ്പിലാണ് നിശ്ചലരായി പോകുന്നത്. ഡോക്ടർമാർ, മെഡിക്കൽ വകുപ്പിൽ പ്രവർത്തിക്കുന്നവർ വളരെ അക്കാദമി രൂപീകരിച്ചിട്ട് മെഡിക്കൽ വകുപ്പിൽ ചില രോഗങ്ങൾ വരുന്ന സമയത്ത് അതിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി അതിനെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടും അതുപോലെ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന് അവർ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് പ്രയാസപ്പെടുന്ന കാണുമ്പോൾ പലപ്പോഴും പലരും പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് ആ രോഗത്തിൻ്റെ ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും എന്ത് വേണ്ടി വരും? ഇവിടെ രോഗം പിടിപെടേണ്ടി വരും, ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ലോകത്തോട് വിട വാങ്ങേണ്ടവരാണ്. തബീബാണെങ്കിലും, ചികിത്സ ഉണ്ടാക്കിയ വ്യക്തിയാണെങ്കിലും, ചികിത്സ വിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, ചികിത്സ വാങ്ങുന്ന വ്യക്തിയാണെങ്കിലും, മരുന്ന് വാങ്ങുന്ന വ്യക്തിയാണെങ്കിലും, അത് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിലും എല്ലാവർക്കും രോഗം ബാധിക്കും, എല്ലാവരും ഇവിടെ മരിക്കേണ്ടവരും ആണ്. ഇതൊക്കെയാണെങ്കിലും ഇവിടെ നാം അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കുന്നത് എവിടെയാണ്? ഡോക്ടർമാർ നിശ്ചലരാകുന്ന സന്ദർഭത്തിൽ. ലോകത്തിൽ പലയിടങ്ങളിലും പഠനം നടത്തിയിട്ട് റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയില്ല, ഈ രോഗത്തിന് പ്രതിവിധി ഞങ്ങൾ കണ്ടെത്തിയില്ല, ഈ അണുവിനെ എങ്ങനെയാണ് നാം തകർത്തേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നതുകൊണ്ടാണല്ലോ അതിനുള്ള പ്രതിരോധ വകുപ്പുകളൊക്കെ പ്ലെയിനിൽ കയറുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും പട്ടണത്തിൽ നടക്കുമ്പോഴും എവിടെ പോകുമ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് നാം ഇപ്പോൾ ചൈനയിലും അതുപോലെയുള്ളതായ നാടുകളിലും കണ്ടത്. എന്ത്? മനുഷ്യന് മരിക്കാൻ പോതിയില്ല, മനുഷ്യന് ജീവിച്ച് കിട്ടണം. പ്രത്യേകിച്ച് സത്യവിശ്വാസികളല്ലെങ്കിൽ, അള്ളാഹു വിശ്വസിക്കുന്നവരല്ലെങ്കിൽ മരണത്തോടെന്തോ ഒരു പേടിയാണ്. മരണത്തോട് പേടിയില്ലാത്തവര് ആരാണ്? യഥാർത്ഥ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മരണത്തിനല്ല പേടി, മരണശേഷം വരുന്നതായ സംഭവ വികാസങ്ങളിലാണ് പേടി. അതേസമയത്ത് സത്യവിശ്വാസികൾ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. എന്നതുകൊണ്ട് തന്നെ ഈ ജീവിക്കുന്ന ജീവിതം അത് എങ്ങനെയെങ്കിലും കഴിയുന്നത്ര മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകണമെന്ന നിർബന്ധമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ പ്രയാസപ്പെടുന്നത് നാം കാണുന്നത്. ആ പ്രയാസം നാം കാണുന്ന കാഴ്ച ഇന്ന് ലോകത്തിൽ വ്യാപകമായത് നമുക്ക് അനുഭവപ്പെട്ടു. അതിലൂടെ മനുഷ്യൻ അവന്റെ കഴിവുകേട് സ്ഥാപിക്കുന്നതായിട്ടാണ് നാം അതിലൂടെ കണ്ടത് എന്നാണ് മദീന ഇമാം ഉണർത്തിയത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വളരെ ശേഷികെട്ട മനുഷ്യനായിട്ടാണ്. അപ്പോൾ ഈ ലഈഫായ മനുഷ്യനാണ് എന്നത് നാം മനസ്സിലാക്കുന്നത് അള്ളാഹു പറഞ്ഞ ശൈലിയുണ്ട് ഖുർആനിൽ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണത്തിന്റെ മീതെയോ എവിടെയെങ്കിലും ഒരു ഈച്ച ഇരുന്ന് കഴിഞ്ഞാൽ ആ ഈച്ച അതിൽ നിന്നിട്ട് ഏറ്റുകൊണ്ടുപോകുന്നതായ ആ അവകാശത്തെ പോലും മടക്കിയെടുക്കാൻ ഇവിടെയുള്ള ഒരു ശക്തിക്കോ വ്യക്തിക്കോ സാധിക്കുക തന്നെ ഇല്ല. അത്രയും ശേഷികെട്ട വ്യക്തിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ന് ഖുർആൻ സ്ഥാപിച്ചത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പ്രകടമാകുന്നത്. അതേസമയത്ത് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗങ്ങളുണ്ട്. അതെന്താണ്? രോഗം പിടിപെടുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ അള്ളാഹുലേക്ക് മടങ്ങാൻ അത് പ്രേരിപ്പിക്കുന്നു, അവൻ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, അവൻ അള്ളാഹുലേക്ക് തവക്കുലാക്കാൻ പ്രേരിപ്പിക്കുന്നു. അവൻ അത് കാരണത്താൽ തന്നെ സത്യവിശ്വാസിയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നു. അഥവാ രോഗത്തിൽ നിന്നിട്ട് മുക്തനാവാൻ വേണ്ടി എന്ത് വേണമെന്നത് ഇസ്ലാം പഠിപ്പിച്ച റൂട്ടുകളുണ്ട്. ആ റൂട്ട്, ആ മാധ്യമങ്ങൾ കൈക്കൊള്ളണം. ആ മാധ്യമങ്ങളിലൂടെ ഇസ്ലാം പഠിപ്പിച്ച മാധ്യമങ്ങൾ
മാധ്യമങ്ങളിലൂടെ എല്ലാതെ രോഗത്തിൽ നിന്നിട്ട് ശമനം വരാൻ അല്ലെങ്കിൽ രോഗം സുഖപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് പാടില്ലാത്തതാണ്. അഥവാ ഊർക്കുകെട്ടൽ പോലെ അല്ലെങ്കിൽ അനിസ്ലാമിക മന്ത്രാലയങ്ങളിലേക്ക് പോയിട്ട് അത്തരം മന്ത്രങ്ങൾ അനിസ്ലാമിക മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളിലൂടെ ശിർക്ക് ഉൾക്കൊള്ളുന്ന ബിദ്അത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിലൂടെയാണ് ഒരാൾ രോഗത്തിൽ നിന്നിട്ട് ശമനം നേടാൻ വേണ്ടി പാടുപെടുന്നതെങ്കിൽ ഒരുപക്ഷെ രോഗം സുഖപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ തത്വം അനുസരിച്ചിട്ട് എന്ത് കാര്യങ്ങളും നാം ആ കാര്യങ്ങളിലേക്ക് എത്താൻ, ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന റൂട്ടും ശരിയായിരിക്കണം, ലക്ഷ്യവും ശരിയായിരിക്കണം. ഇത് ഇസ്ലാമിന്റെ മെയിൻ തത്വമാണ്. റൂട്ടും ശരിയായിരിക്കണം, ലക്ഷ്യവും ശരിയായിരിക്കണം. അഥവാ ഇസ്ലാമിൽ എന്തില്ല, ഈ കമ്മ്യൂണിസം പറയും പോലെ അങ്ങനെയുള്ള അനിസ്ലാമിക തത്വങ്ങൾ പറയും പോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ മതി. ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് മാധ്യമങ്ങളും ആവാം, ലോകത്തെ മുഴുവനും വധിച്ചിട്ടും കൊന്നിട്ടും പരാക്രമം നടത്തിയിട്ടും ആവാം എന്നൊക്കെ പറയുന്ന തത്വങ്ങളൊക്കെ ഇവിടെ കാർൽ മാർക്സും ലെനിനൊക്കെ പണ്ട് കൊണ്ടുവന്നിരുന്നു. അങ്ങനെയില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ ഒരു മനുഷ്യന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗം ഷിഫിയാക്കാൻ വേണ്ടി ആ രോഗം നൽകിയതായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പഠിപ്പിച്ചതായ ശൈലികളുണ്ട്. ആ ശൈലി അനുവദിച്ചതായ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളല്ലാതെ മറ്റു രൂപങ്ങൾ കൈക്കൊള്ളാൻ പാടുള്ളതല്ല. മറ്റു രൂപങ്ങളിലൂടെ ശിഫ കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, അത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. പിന്നെ ഈ മുസ്ലിമായ മനുഷ്യന് രോഗം ബാധിക്കുമ്പോൾ അവൻ അള്ളാഹുവിന്റെ ഖളാഇൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണ്. ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ എന്ന് കൈമലർത്തിയിട്ട് പറയുന്നു സത്യവിശ്വാസി. അള്ളാഹിന്റെ തീരുമാനം അങ്ങനെയാണ്, അങ്ങനെ വരേണ്ടത് വന്നുകൊണ്ടേയിരിക്കട്ടെ, പ്രശ്നമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള ആ ധാരണ നന്നാക്കിയെടുക്കുന്നു. അള്ളാഹു എന്നെ ഒരിക്കലും പ്രയാസപ്പെടുത്തുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇതിന് തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുക തന്നെ ചെയ്യും എന്ന വിശ്വാസം അവനിൽ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ അള്ളാഹുവിനോട് അവൻ അദബ് കാട്ടും. അഥവാ പലപ്പോഴും പല രോഗങ്ങൾ പിടിപെടുന്ന സമയത്ത് മനുഷ്യൻ അറിഞ്ഞിട്ടോ അറിയാതെയോ ഒരു സഹാബിയെക്കുറിച്ച്, ഒരു സഹാബി സ്ത്രീയെക്കുറിച്ച് എന്ന് മദീന ഇമാം ഉണർത്തിയതുപോലെ വെപ്രാളപ്പെടുക. എന്ത് രോഗം, എന്തേ അള്ളാഹ്ക്ക് എന്നെ അല്ലാതെ വേറെ ആരും കണ്ടില്ലേ രോഗം നൽകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിശ്വാസത്തിന്റെ കളങ്കം വരുത്തുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ സത്യവിശ്വാസി ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുവിനോട് അദബും മര്യാദയും. ആ വിഷയം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ, തൊട്ട ക്ലാസ്സിൽ, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നാം മസ്ജിദ് ദാറുൽ ഹദീസിൽ സംസാരിച്ചപ്പോൾ അദ്ദബ് എന്ന വിഷയം സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് അദബ് അള്ളാഹുവിനോടാവേണ്ടത്, എങ്ങനെയാണ് അദബ് റസൂലുള്ളാഹിനോട് നൽകേണ്ടത്, എങ്ങനെയാണ് അദബ് മര്യാദ മനുഷ്യന്മാരോട് ചെയ്യേണ്ടത് എന്നതൊക്കെ ഈ സാധു വിശദീകരിച്ചത് നിങ്ങൾ മറന്നു കാണുകയില്ല. എന്നാൽ ആ അദബ് അള്ളാഹുവിനോട് നാം കാട്ടേണ്ടതാണ്. അതെങ്ങനെയാണ്? യസ്ബിർ, ക്ഷമ കൈക്കൊള്ളണം. വലാ യതവജ്ജർ, പ്രയാസപ്പെടാതിരിക്കണം. എത്രത്തോളം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നല്ല. രോഗം പിടിപെടുമ്പോൾ, വേദന വരുമ്പോൾ പറഞ്ഞു പോകുമല്ല അറിയാതെ മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിനെ ആക്ഷേപിക്കും പോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അതും പിടിച്ചു നിർത്തുന്നതാണ്. അങ്ങനെ ചെയ്യൂല എന്നാണ്. വേദന പ്രകടമാക്കാത്ത രൂപത്തിൽ എന്റെ കൂലി ശരിക്ക് പരിപൂർണമായി ലഭിക്കാൻ വേണ്ടി തന്നെ. അതാണ് നമ്മുടെ സലഫ് സാലിഹ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചതായ ശൈലി എന്നർത്ഥം. അതുകൊണ്ട് ഒരു സഹാബി സ്ത്രീ മുസ്ലിമിൽ പൊടിച്ചിരുന്ന ഹദീസാണ്. എന്ന് മദീന ഇമാം ഓതിയതായ ഹദീസിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തഖ്രീജ് ചെയ്തു. പരിശോധിച്ച് നോക്കുമ്പോൾ ഇമാം മുസ്ലിമിൽ പൊടിച്ചിരുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ, അത് ഉമ്മു സായിബി എന്നോ അല്ലെങ്കിൽ ഉമ്മുൽ മുസയ്യിബി എന്നോ ആ സ്ത്രീയുടെ പേര് റിപ്പോർട്ടിൽ കാണുന്നു. അവരിങ്ങനെ പ്രയാസപ്പെടുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തുറഫിഫി, ഈ വെപ്രാളം കാട്ടുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളിൽ ലാ തുസഫിഫി, ലാ തുറഫിഫി എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി പറയുകയുണ്ടായി, എനിക്ക് പനിയാണ്. എങ്ങനെയുള്ള പനി? ലാ ബാറക്കല്ലാഹു ഫീ, അല്ലാഹ് അതിൽ അനുഗ്രഹിക്കാതിരിക്കട്ടെ, അങ്ങനെയുള്ള പനി എന്നെ ബാധിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ സ്ത്രീകൾ നിന്നിട്ട് അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ സഹാബി സ്ത്രീകളും സഹാബി പുരുഷന്മാരും അവരും നമ്മുമായുള്ള വ്യത്യാസം, ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശിക്ഷണം റസൂൽ നിന്നിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മടങ്ങൂല. നമുക്കങ്ങനെയല്ല. നാം ഒരു പ്രാവശ്യം തെറ്റിയതാൽ അത് തന്നെ പിന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയില്ല സഹാബാക്കൾ. അതാണ് നാമും അവരുമായുള്ള വ്യത്യാസം. കാരണം അവർ സ്റ്റഡി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്, വഹി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കളെ വളർത്തി 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 ആ ഉന്നതയിലേക്ക്. എന്തെങ്കിലും ചെറിയ തെറ്റ് വരുമ്പോൾ, ഇന്നലെ രാത്രി നിങ്ങൾ കേട്ടതുപോലെ ബുഖാരിയും മുസ്ലിമിൽ പോയി ചെയ്ത ഹദീസിലൂടെ എന്ത് ഷോക്കടിക്കും. ചെറിയ തെറ്റ് വന്നാൽ ഷോക്കടിക്കും. അങ്ങനെയുള്ള ഷോക്കടിക്കുന്നവരെ വാർത്തെടുത്തതാണ് നമ്മുടെ കണ്ടിലുണ്ടിയായ നബീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മദീനയിലുള്ള ജീവിതത്തിൽ ഈ മദീനവാസികളായ മുഹാജിറുകളെയും അൻസാറുകളെയും അങ്ങനെ ആ സഹാബി സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസുബ്ബുൽ ഹുമ്മ, പനിയെ ചീത്ത പറയരുത്.
ലാ തസുബ്ബി, ആ പെണ്ണിനോട് പറയാണ് റളിയല്ലാഹു തആല അൻഹ, നിങ്ങൾ പനിയെ ചീത്ത പറയരുത്. ഫഇന്നഹാ തുദ്ഹിബുൽ ഖതായ ഇബ്നു ആദം, ആദമന്റെ സന്തതികളെ, ദോഷങ്ങളെ, മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി ചെറു ദോഷങ്ങളെ അത് ശുദ്ധീകരിക്കുന്നതാണ്. ഏതുപോലെ കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദി, ഈ കൊല്ലന്റെ അടുക്കലുള്ളതായ ആ ഇരുമ്പുണ്ടല്ലോ, ആ ഇരുമ്പിന്റെ കറയെ തീ എങ്ങനെയാണ് ദൂരീകരിക്കുന്നത് എന്നതുപോലെ പനി എന്ത് ചെയ്യും? ചെറുദോഷങ്ങളെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ചീത്ത പറയരുത്. സഹീഹ് മുസ്ലിം 2575 നിങ്ങൾ കേട്ടതായ ഹദീസ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, മാ യുസീബുൽ മുഅ്മിനു അല്ലെങ്കിൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദാ വലാ ഗമ്മിൻ ഹത്താ ശൗകത യുശാകുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ, ഇല്ലാ കഫറല്ലാഹു ഖതായാ. എന്താ ഈ കേട്ട ഹദീസ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ബുഖാരിയിൽ 5641 നമ്പറിലാണ് കണ്ടത്. അപ്പോൾ ബുഖാരിയിലുള്ള ഹദീസാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് വല്ല പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ, കഷ്ടത അനുഭവിക്കുകയാണെങ്കിൽ, ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ, വിഷമം അനുഭവിക്കുകയാണെങ്കിൽ, ഇടങ്ങേർ അനുഭവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവന്റെ അശ്രദ്ധ കാരണത്താൽ അവന്റെ കാല് ഷൗക്കയിലേക്ക്, ഷൗക്ക എന്ന് പറഞ്ഞാൽ മുള്ളിലേക്ക് കയറി, അവനാണ് അശ്രദ്ധ നടത്തിയത്. എന്നിട്ട് അവന്റെ അശ്രദ്ധ കാരണത്താൽ അവന്റെ കാലം ഉള്ളിലേക്ക് തട്ടിയാൽ അള്ളാഹു ഏറ്റെടുക്കുന്നു. റസൂലുള്ളാഹിയുടെ നാവിലൂടെ നാം കേൾക്കുകയാണ്, അത് ഇല്ലാ കഫറല്ലാഹു ഖതായ, അതിലൂടെ അവന്റെ ദോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. അപ്പോൾ ഒരു മുസ്ലിമായി കഴിഞ്ഞാൽ എല്ലാം അവന് നേട്ടമാണ്. അതുകൊണ്ട് രോഗം എന്ന വിഷയം കേൾക്കുമ്പോൾ, രോഗത്തിന്റെ പ്രത്യേകത കേൾക്കുമ്പോൾ, രോഗം ബാധിച്ചാൽ തിരക്കേടില്ല എന്ന് തോന്നിപ്പോകും. അത്രയും വലിയ പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ രോഗത്തിനുള്ളത്. പക്ഷേ ആഫിയത്തിനെയാണ് നാം ആഗ്രഹിക്കേണ്ടത്, രോഗത്തെ അല്ല. ആഫിയത്തിനെയാണ് നാം ആഗ്രഹിക്കേണ്ടത്, രോഗത്തിനെയല്ല. റസൂലുള്ളാഹി അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. എന്തേ? എത്ര കണ്ട് നമുക്ക് ആഫിയത്തുണ്ട് അത്ര കണ്ട് നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ, അള്ളാഹുവിന്റെ വിധിവിലക്കൾ ജീവിതത്തിൽ പകർത്താൻ, അള്ളാഹുവിലേക്ക് എടുക്കാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം ആഫിയത്തിനെയാണ് ആഗ്രഹിക്കേണ്ടത്, അഥവാ പരിപൂർണ ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നതാണ്. لا يزال البلاء بالمؤمن في نفسه وماله وولده حتى يلقى الله ما عليه من خطيئة. തുർമുദി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹസനുൻ സഹീഹ് എന്ന് മഹാനായ തുർമുദി പറയുകയാണ്. 2399 ഹദീസ് നമ്പർ. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവന്റെ ശരീരത്തിലൂടെ, അല്ലെങ്കിൽ അവന്റെ സമ്പത്തിലൂടെ, അല്ലെങ്കിൽ അവന്റെ കുട്ടികളിലൂടെ. അങ്ങനെയാണല്ലോ നമ്മുടെ കൂടെ ഒന്നിരിക്കലോ നമുക്ക് സ്വന്തം ശരീരത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് രോഗം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലൂടെ നമുക്ക് പരീക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പരീക്ഷണം. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം അതിലൂടെ അള്ളാഹു പരിശോധിച്ചു അള്ളാഹുവിനെ അവൻ അവസാനം കാണുന്ന സമയത്ത് യാതൊരു ദോഷമില്ലാതെ അവൻ കാണുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുൻകാലക്കാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ, അവരെ നാം പല നിലക്കും പരിശോധിച്ചു, പല നിലക്കും രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പരിശോധിച്ചു. എന്തിനാണ്? അവർ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാം. പിന്നെ ഈ രോഗം പിടിപെടുമ്പോൾ സംഭവിക്കൽ എന്താണ്? ചിലപ്പോഴൊക്കെ ചില മനുഷ്യന്മാര് രോഗിയല്ലാത്ത സന്ദർഭത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്ന കാണാം. ആൾക്കാരെ കണ്ടൂടാ, മറ്റുള്ളവരെ തരം താഴ്ത്തും, മറ്റുള്ളവരെ ആക്ഷേപിക്കും, മറ്റുള്ളവരെ ശകാരിക്കും, അങ്ങനെ അഹങ്കാരിയായി ജീവിക്കും. രോഗം പിടിപെട്ടുന്ന ഘടകത്തിലാകുമ്പോഴോ അവന്റെ അഹങ്കാരത്തിന് അതിര് വരും, അഹങ്കാരത്തിന് അതിര് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അഹങ്കാരിയുടെ അഹങ്കാരം അത് തകരാനും, അതുപോലെ തന്നെ ഖസ്വത്തുൽ ഖൽബ് അഥവാ ഹൃദയം കട്ടിയുള്ള ഹൃദയമായി മാറുക. എന്ത് പറഞ്ഞാലും കേറൂല, ഖുർആൻ പറഞ്ഞാൽ കേറൂല, സുന്നത്ത് പറഞ്ഞാൽ കേറൂല, വഅദ് പറഞ്ഞാൽ കേറൂല. ഒരു കാതിൽ കടന്നാൽ മറ്റൊരു കാതിൽ കൂടി പുറത്തു പോകലല്ലാതെ ജീവിതത്തിൽ പകർത്താൻ അവനെ പരിശ്രമിക്കൂല. അങ്ങനെയുള്ള മഹാമാരകമായ രോഗത്തിന്റെ പേരാണ് ഖസ്വത്തുൽ ഖൽബ്. അങ്ങനെയുള്ള ഖസ്വത്തുൽ ഖൽബ് എന്നത് ഒരാൾക്ക് രോഗം പിടിപെടുമ്പോൾ നല്ല മാരകമായ രോഗമാണെങ്കിൽ പറയേണ്ടതില്ല, അവന്റെ ഖസ്വത്തുൽ ഖൽബ് മാറും. നമ്മളോട് വിനയത്തോടു കൂടി പറയും, ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒന്ന് എനിക്ക് വേണ്ടി ദ്വാരക്കണം. അങ്ങനെയുള്ള വിനയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടു കാണൂല, കേട്ട് കാണൂല, അത്രയും അഹങ്കാരിയായിരിക്കും. പക്ഷേ രോഗം അവനെ പിടിച്ച് അങ്ങനെയുള്ള പരീക്ഷണത്തിലൂടെ അവനെ അഥവാ അഹങ്കാരിയെ തളർത്തുന്നു. അതുപോലെ തന്നെ ഖസ്വത്തുൽ ഖൽബിന്റെ ഉടമയെയും തളർത്തുന്നു എന്നതാണ്.
അപ്പോൾ അങ്ങനെയുള്ള രോഗം പിടിപെടുമ്പോൾ അതിലൂടെ അള്ളാഹുലേക്ക് മടങ്ങാൻ പശ്ചാത്തപിക്കാൻ തൗബ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ചെയ്തതായ അനുഗ്രഹത്തിന് നന്ദിക്ക് ഇതുവരെ ചെയ്ത വിശാലമായ എന്താ അതിനെക്കുറിച്ച് പറയുക. നമ്മൾ കിഡ്നി വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നു, ബംഗ്രിയാസ് വർക്ക് ചെയ്യുന്നു, കാല് വർക്ക് ചെയ്യുന്നു, കൈ വർക്ക് ചെയ്യുന്നു, കണ്ണ് വർക്ക് ചെയ്യുന്നു, എല്ലാ തലച്ചോറ് വർക്ക് ചെയ്യുന്നു. അതിലൊന്നും ഒരു സെക്കൻഡ് അത് സ്റ്റോപ്പ് ആവാതെ 60 വയസ്സുകാരൻ 60 കൊല്ലം വർക്ക് ചെയ്യുന്നു, 70 വയസ്സുകാരൻ 70 കൊല്ലം വർക്ക് ചെയ്യുന്നു. അനുഗ്രഹത്തിൽ അങ്ങനെ അവൻ പറക്കുന്നു, ഒഴുകുന്നു, നീന്തുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ പെട്ടെന്നൊരു പ്രഭാതത്തിൽ രോഗം പിടിപെടുമ്പോൾ അവൻ ആരോഗ്യം എത്ര വലിയൊരു നിഅമത്താണ് എന്നത് ഓർക്കുന്നു. ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ആദ്യത്തെ നിഅമത്ത് ഏതാണ്? ഹിദായത്ത്. ഏതാണ്? ഹിദായത്ത്. ഒരാളെ മുസ്ലിം ആവുക എന്നുള്ളത് മനസ്സിലായില്ലേ? അതിനേക്കാളും വലിയ നിഅമത്ത് വേറെയില്ല. ഈ ഹിദായത്താകുന്ന നിഅമത്ത് കഴിഞ്ഞാൽ തൊട്ട നിഅമത്ത് ഏതാണ്? ആ ഹിദായത്ത് അനുസരിച്ച് ജീവിക്കാൻ അനിവാര്യമായ ആരോഗ്യം. മനസ്സിലായില്ലേ? ആ ഹിദായത്ത് അനുസരിച്ചിട്ട് ജീവിക്കാൻ ആവശ്യമായ ആരോഗ്യം. അതാണ് നാം ഈ പറഞ്ഞു വരുന്നതായ രോഗത്തിന്റെ നേരെ വിപരീതം. ആ രോഗം എന്നതാണ് ഇന്ന് മദീനത്തുള്ള റസൂലുള്ളാഹിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഡോക്ടർ അബ്ദുൽ ബാരിസ് സുബൈറ്റി നിങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ വിശാലമായ നിഅമത്തിന് നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. അഥവാ ആരെങ്കിലും ഒരു രോഗിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് താഴ്ന്ന കണ്ടുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അഹങ്കാരിയുടെ നോട്ടം നോക്കരുത്. ചിലപ്പോൾ മുടന്തനായി നടക്കുന്ന കാണാം, ചിലപ്പോൾ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ആളായി കാണാം, അല്ലെങ്കിൽ പല പല രോഗങ്ങളുള്ളവരെ കാണാം. ചിലപ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരെ തരം താഴ്ത്തുന്ന രൂപത്തിലുള്ള നോട്ടം നോക്കുന്നവരുണ്ട്. അരുത്. പിന്നെയോ എന്താണ് അവിടെ പറയേണ്ടത്? റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ റആ മുബ്തലൻ, അല്ലാഹ് പരീക്ഷിച്ച ഒരു വ്യക്തിയെ, ഒരു രോഗിയെ കണ്ടാൽ ഖാല, അവൻ പറയണം അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, അല്ലാഹ് നിന്നെ പരിശോധിച്ച ഈ രോഗത്തിൽ നിന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയ റബ്ബിന് നന്ദി. അവന് കേൾക്കത്ത രൂപത്തിലല്ല കേട്ടാ. അവൻ കേൾക്കത്തൊക്കെ പറയുകയാണെങ്കിൽ അവൻ പ്രയാസപ്പെടും. എൻ്റെ രോഗം കണ്ടിട്ട് അവൻ സന്തോഷിക്കല്ലേ എന്ന് മനസ്സിലാക്കും. അവൻ കേൾക്കാത്ത രൂപത്തിൽ അല്ലാഹുവോട് നാം പറയണം. എന്ത്? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നിട്ട് ധാരാളം ജനങ്ങൾ അല്ലാഹ് ആദരിച്ചതിനേക്കാൾ ബഹുമാനിച്ചതിനേക്കാളും അല്ലാഹ് അനുഗ്രഹത്തിലൂടെ അഥവാ സിഹത്തിലൂടെ ആരോഗ്യത്തിലൂടെ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള റബ്ബിന് സ്തോത്രം എന്ന് പറയുമ്പോൾ ലം യുസ്ബുഹു ഹാദൽ ബലാ, ഏത് രോഗം കണ്ടിട്ടാണ് ആ പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചത്, ആ രോഗം അവനെ പിടിപെടുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അതുകൊണ്ട് വല്ല മാരകമായ രോഗം, ആ മാരകമായ രോഗം ഒരു പകർച്ചവ്യാധി തന്നെ ആയാൽ ഈ ഹദീസ്, ഈ പ്രാർത്ഥന ആ രോഗിയെ കാണുമ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൃമി നമ്മളിലേക്ക് കയറൂല, നമുക്ക് തട്ടൂല. അത് ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിന്നെ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാരകമായ രോഗം, താഊൻ എന്ന രോഗം പ്രത്യേകിച്ച് മദീനയിൽ നിന്നിട്ട് ഉത്ഭവിക്കുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ നാട്ടിൽ രോഗത്തിനെ കുറിച്ചുള്ള ശിഫയും അതിനുള്ളതായ മാധ്യമങ്ങളും രോഗത്തിന് വേണ്ടിയാണ് ഈ ഖുർആൻ തന്നെ ഇറങ്ങിയത്. എല്ലാ രോഗവും, മാനസിക രോഗവും ശാരീരിക രോഗവും എല്ലാം ഈ ഗ്രന്ഥത്തിൽ ശിഫയുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫ ഈ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു നമുക്ക് ഇറക്കിയതാണ്. ഈ ഗ്രന്ഥത്തിൽ ശാരീരിക ശിഫയുമുണ്ട്, മാനസികമായ ശിഫയുമുണ്ട്, അഥവാ ഹിദായത്തും ഉണ്ട്. അങ്ങനെയുള്ള ആ ഗ്രന്ഥത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു ഇറക്കുകയും അതിലൂടെ ഇവിടെയുള്ളവർക്ക് അള്ളാഹുവിന്റെ റസൂല് ശിക്ഷണം നൽകി എല്ലാ രൂപത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടാനുള്ള മാധ്യമങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരഞ്ഞു കൊടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന രോഗത്തിന് അള്ളാഹുവിന്റെ റസൂല് വന്ന ഉടനെ തന്നെ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഹുമ്മയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പനി. മദീനയിൽ വന്നവർക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചില നാടുകളെ കുറിച്ച് പറയാറുണ്ട്. ആ നാട്ടിലേക്ക് പോയാൽ, നാട്ടിൻ്റെ പേര് പറയുന്നില്ല, നാട്ടുകാരുണ്ടെങ്കിലും വിഷമിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ചില നാടുകളുണ്ട്, ആ നാട്ടിലേക്ക് പോയാൽ പനി പിടിക്കും, അങ്ങനെയല്ലേ? ചില നാട്ടിലേക്ക് പോയാൽ പനി പിടിക്കും. അങ്ങനെയുള്ള ഒരു പനി ഇവിടെ പിടിക്കാറുണ്ട്. ഇവിടെ മദീനയിൽ പണ്ട് വന്നാൽ പിടിക്കാറുണ്ട്. റസൂൽ ഇവിടെ വന്ന ഉടനെ തന്നെ ബിലാലിന് പിടിച്ചു.
ബിലാൽ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള റസൂലുള്ളാഹിന്റെ ഭാഗ്യാണ്, അവർക്ക് പിടികൂടി. പോരാത്തതിന് അവർക്ക് മുമ്പ് മഹാനായ അബൂബക്കർ സിദ്ദീഖിനും പിടികൂടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുല്ലു ഇംറിഇൻ മുസബ്ബഹുൻ ബിഅഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, അദ്ദേഹത്തിന്റെ പദ്യമാണ്. എല്ലാ മനുഷ്യനും ഇവിടെ കുടുംബത്തോട് കൂടി സന്തോഷിച്ചു കഴിയുകയാണ്. അവൻ ഇട്ടതായ ചെരുപ്പിന്റെ വാറിനേക്കാളും അവനിലേക്ക് മരണം അടുത്തിരിക്കുകയാണ് എന്ന പദ്യം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയുള്ള ഹുമ്മയെ ജുഹ്ഫ എന്ന സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. നാം മദീനയുടെ പ്രത്യേകത പറയുമ്പോൾ പറയാറുള്ളതാണല്ലോ, എന്ത് ആദർശപരമായ സംരക്ഷണം, ആരോഗ്യപരമായ സംരക്ഷണം, സാമ്പത്തികപരമായ സംരക്ഷണം, ഇങ്ങനെ 3 സംരക്ഷണമാണ് റസൂലുള്ളാഹി മദീനത്ത് വന്നിട്ട് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് മുസ്ലിം ലോകത്തിന് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ടാണ് മദീനയിൽ ആ 3 കാര്യങ്ങൾ ഇന്ന് വരെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിൽപ്പെട്ടതാണ് ഈ നാട്ടിൽ എന്തില്ല, താഊനി എന്ന പ്ലേഗ് രോഗം ഈ നാട്ടിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്നതല്ല. മറ്റു നാടുകളിൽ വരെ, മക്കയിൽ വരെ ചില കാലഘട്ടങ്ങളിൽ, അപ്പോൾ മക്കയെ അവഗണിച്ചതല്ല. മക്കയ്ക്ക് ചില പ്രത്യേകതയുണ്ട്, അത് മദീനയ്ക്കില്ല. മദീനയ്ക്ക് ചില പ്രത്യേകതയുണ്ട്, മക്കയ്ക്കില്ല. മനസ്സിലായില്ല? അങ്ങനെ ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മക്കയിൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നുണ്ട്, ചില കാലഘട്ടങ്ങളിൽ മക്കയിൽ പ്ലേഗ് രോഗമുണ്ടായിട്ടുണ്ട്, അഥവാ താഊൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നും മദീനയിൽ നിന്നിട്ട് ഉത്ഭവിച്ചിട്ടില്ല. അത് റസൂലുള്ളാഹിന്റെ ഇജാസാണ്. റസൂലുള്ളാഹി മുൻകൂട്ടി അള്ളാഹുവിന്റെ കൽപ്പനയായിട്ട്, അള്ളാഹുവിന്റെ വിധിയായിട്ട് പറഞ്ഞതനുസരിച്ചിട്ട് ലോകം ഇന്ന് വരെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അത്ഭുതത്തിൽപ്പെട്ടതാണ്. എന്ത്, ഇവിടുന്ന് ഉത്ഭവിക്കുകയില്ല, പകർച്ചവ്യാധി എന്നല്ല പറഞ്ഞത്, പിന്നെയോ താഊനി എന്ന പ്ലേഗ് രോഗം എന്നതാണ് റസൂലുള്ളാഹി ഉപയോഗിച്ച പദപ്രയോഗം. അത് ഇവിടുന്ന് ഉത്ഭവിക്കുകയില്ല എന്നതാണ്. പക്ഷേ ആധുനിക യുഗത്തിൽ ഇപ്പോൾ കൊറോണയും മറ്റൊക്കെയുള്ള കാലഘട്ടം, അത് കാരണത്താൽ ലോകം മുഴുവനും, പ്രത്യേകിച്ച് അള്ളാഹുവിനെ ഭയമില്ലാത്തവർ പേടിച്ച് വിറക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹുവിനെ ഭയമുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമല്ല. അള്ളാഹുവിൻ്റെ വിധി പോലെ എപ്പോൾ എവിടെ ആര് അള്ളാഹ് വിധിച്ചതുപോലെയല്ലാതെ വരൂല. അതുകൊണ്ട് അതിലൊന്നും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെടേണ്ടതില്ല, വെപ്രാളപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടാൻ പാടുള്ളതുമല്ല. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭത്തിൽ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച ശൈലിയുണ്ട്. ഉമറുൽ ഖത്താബ് ഇവിടുന്ന് ഷാമിലേക്ക് പോയി. ഷാമിലേക്ക് പോകുമ്പോൾ വഴിയിലെത്തിയപ്പോൾ അവിടെ നിന്ന് പറയപ്പെട്ടു ഷാമിൽ പ്ലേഗുണ്ട്. അങ്ങനെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെയുള്ളതായ ആൾക്കാർ, സഹാബാക്കൾ പറഞ്ഞു, കടക്കരുത്, അവിടെ പ്ലേഗ് രോഗമുണ്ട്. പക്ഷെ ഉമറുൽ ഖത്താബിന്റെ അടുക്കലിലപ്പോൾ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പ്ലേഗ് രോഗമുള്ള സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസ് മൂപ്പർക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൂപ്പർ അതിനെ കർശനമായി എതിർക്കുകയും ആരാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയും, അപ്പോൾ കടന്നു വന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗത്തിൽ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് ലഭിച്ച 10 ആളിൽ ഒരാളായ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി, എവിടെയെങ്കിലും താഊനി എന്ന പ്ലേഗ് രോഗമുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് മറ്റു നാടുകളിൽ നിന്നിട്ട് യാത്ര പോകാൻ പാടുള്ളതല്ല. എവിടെയെങ്കിലും താഊനി എന്ന പ്ലേഗ് രോഗമുണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്നിട്ട് മറ്റു നാട്ടിലേക്ക് യാത്ര പോകാനും പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞപ്പോൾ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? തീരുമാനിച്ചു മടങ്ങിപ്പോകാൻ. ഉമറുൽ ഖത്താബ് വഫാത്താകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അബൂ ഉബൈദിയാണ് എൻ്റെ ശേഷം ഖലീഫയാവേണ്ടത് എന്ന്, അമീറുൽ മുഅ്മിനീൻ ആവേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ മരിച്ചത്. അത്രയും വലിയ ഗ്രേഡും സ്ഥാനവും ബഹുമതിയും അല്ലാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് മരിച്ച വ്യക്തിത്വം ആണ് ആര്? മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ്. ആ മഹാനായ അബൂ ഉബൈദ വഫാത്താകുന്നത് ഷാമിലാണ്. അവിടെ പിടിപെട്ടതായ താഊൻ എന്ന പ്ലേഗ് രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. പക്ഷേ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു നൽകുന്നതായ സർവ്വ പരീക്ഷണങ്ങൾ, അത് രോഗമാവട്ടെ അല്ലാത്തതാവട്ടെ, എല്ലാ പരീക്ഷണങ്ങളെ സഹിക്കേണ്ടതുപോലെ സഹിച്ച്, ക്ഷമിക്കേണ്ടതുപോലെ ക്ഷമിച്ച്, അള്ളാഹുവിൽ നിന്നിട്ട് പ്രീതി കരഗതമാക്കണമെന്ന ആ നിർബന്ധം പുലർത്തിയും കൊണ്ട് ഇവിടെ ജീവിക്കുന്നതായ സത്യവിശ്വാസി അള്ളാഹുവിനുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചാക്കി അറുത്ത്, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച ഒറിജിനൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തോട് വിട വാങ്ങിക്കഴിഞ്ഞാൽ അവർ പരലോകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവിടെ സ്വർഗ്ഗലോകത്തിലേക്ക് ചെല്ലാൻ പറയുന്നതും, ആ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ, ഇന്നലക്കും അൻ തസ്ഹൂ ഫലാ തസ്ഖമൂ അബദാ, നിങ്ങൾ നല്ല ആരോഗ്യത്തോട് കൂടി ജീവിച്ചോളീൻ എൻ്റെ അടിമകളെ. അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വിളിവാളം നാദാ മുനാദി,
വിളിക്കുന്നവർ വിളിച്ചു പറയും. അള്ളാന്റെ ഭാഗത്തു നിന്നിട്ട് മലക്കുകൾ സ്വർഗ്ഗലോകത്തിൽ ജീവിക്കുന്നതായ ലക്ഷങ്ങളോട് മില്യനുകളോട് വിളിച്ചു പറയും എന്ത്? ഇന്നലക്കും അന്തസിഹു ഫലാ തസ്ഖമു അബദ, ഇനിമേലിൽ നിങ്ങൾ രോഗം പിടിപെടുക എന്ന പ്രശ്നമേ ഇല്ല. പ്രയാസപ്പെടേണ്ട സമയത്ത് പ്രയാസപ്പെട്ടു, രോഗം പിടിപെടേണ്ട സമയത്ത് രോഗം പിടിപെട്ടു ദുനിയാവിൽ. ഇപ്പോൾ അതൊന്നുമില്ല. ഇന്നലക്കും അന്തഹ്യു ഫലാ തമൂതു അബദ, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, ഇനി മരണമില്ലേ ഇല്ല. ഇവിടെ എന്തില്ല? മരണമില്ല. ഫലാ യമൂതു ഫീഹാ വലാ യഹ്യാ എന്ന് നരകപ്പുള്ളികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ജീവിക്കൂല, മരിക്കൂല. അതിന്റെ അർത്ഥം എന്താണ്? നല്ല ജീവിതവുമല്ല, മരണമാണെങ്കിൽ മരിക്കാനുമില്ല. മരണമാണെങ്കിൽ നരകത്തിൽ കടന്നവർക്ക് മരിക്കാനില്ല, നല്ല ജീവിതമാണെങ്കിൽ ജീവിക്കാനുമില്ല. ജീവിതം പ്രയാസമുള്ള ജീവിതമാണ്. പക്ഷേ ഇവിടെ സ്വർഗവാസികളോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വെളിവാളമാണ്. വഇന്നലക്കും അൻ തഹ്യൂ ഫലാ തമൂതു അബദാ, നിങ്ങൾ ഇവിടെ എന്നേക്കും ജീവിച്ചോളീൻ, ഇവിടെ മരണമില്ലേ ഇല്ല. മരണമെന്ന പേരിൽ ഒരു മൃഗത്തെ കൊണ്ടുവരപ്പെടുന്നതും എന്നിട്ട് ജനങ്ങളോടെല്ലാം ചോദിക്കുന്നതും അള്ളാഹു, അത് സ്വർഗവാളികളാവട്ടെ നരകവാളികളാവട്ടെ, ഇതെന്താണ് എല്ലാവരും പറയുന്നത് അതാണ്, അത് മരണമാണെന്ന്. അങ്ങനെ മരണത്തെ മരിപ്പിക്കുന്നതാണ്, മരണത്തെ അറക്കുന്നതാണ്. എന്തിനാണ്? ഇനി മരണമുണ്ടെന്ന് കൊതിക്കരുത് ആരും, നരകവാസികളും കൊതിക്കരുത്, സ്വർഗവാസികൾക്കും ഉണ്ടാവുന്നതുമല്ല, വിഷമിക്കേണ്ടതുമില്ല. വൈന്നലക്കും അന്തശിബു ഫലാ തഹ്റമു അബദാ, നിങ്ങൾക്ക് ഇനിമേലിൽ യുവാക്കളായിട്ട് തന്നെ ജീവിക്കാം. നിങ്ങൾ വലുതാകുന്നതോ ചെറുതാകുന്നതോ പ്രശ്നമില്ല. എല്ലാവരും 33 റസൂൽ പറയുന്നത് പോലെ 33 വയസ്സുള്ള നല്ല യുവത്വം തുളുമ്പുന്നതായ യുവാക്കളായിട്ടാണ് സ്വർഗലോകത്തിൽ ജീവിക്കുന്നത്. ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും അവിടെ ജീവിക്കുമ്പോൾ യുവാക്കളായിട്ടാണ് ജീവിക്കുക. ഫലാ തഹ്റമു അബദ, നിങ്ങളിവിടെ കളവനമാരാകുന്ന പ്രശ്നമേ ഇല്ല. ഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്അസു അബദ, ഇവിടെ നിങ്ങൾ സുഖലോലുപരായിട്ട് ജീവിച്ചോളി, നിങ്ങൾക്ക് ഇവിടെ ദുഃഖമേ ഇല്ല, പ്രശ്നമേ ഇല്ല, പ്രയാസമേ ഇല്ല, രോഗമേ ഇല്ല എന്ന് പറയപ്പെടുന്നതാണ്. അല്ലാഹു തന്നെ ഖുർആനിൽ പറയുകയാണ്, ഒനൂദൂ, സ്വർഗവാസികളോട് വിളിച്ചു പറയപ്പെടും എന്ത്? അന്തിൽകുമുൽ ജന്നതു ഉരിസുമുഹാ ബിമാ കുൻതും തഅമലൂൻ. മദീന ഇമാം എന്ന് ഖുതുബ അവസാനിപ്പിച്ച ആയത്ത് അതാണ്. ഒനൂദൂ അന്തിൽകുമുൽ ജന്നതു ഉരിസുമുഹാ ബിമാ കുൻതും തഅമലൂൻ. രണ്ടാമത്തെ ഖുതുബയുടെ സമാപനത്തിൽ നാം കേട്ട ആയത്താണത്. അല്ലാഹു പറയുന്നതായ ഭാഗം സൂറത്തുൽ അറാഫിൽ 43-ാമത്തെ ആയത്ത്. വിളിക്കപ്പെടുന്നതാണ് അല്ലാഹുവിന്റെ ഭാഗത്തിൽ, നിങ്ങൾക്ക് സ്വർഗലോകത്തിൽ എന്നേക്കുമായിട്ട് നിങ്ങൾ അതിന്റെ അവകാശിയായിട്ട് അവിടെ ജീവിക്കാം, നിങ്ങൾക്ക് പ്രയാസമില്ലാതെ ജീവിക്കാം. എന്ത് കാരണത്താൽ? നിങ്ങൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി ദുനിയാവിൽ ഒരുങ്ങിയത് കാരണത്താൽ. എന്തിലൂടെ? മക്ക ഇമാമും വിശേഷിപ്പിച്ചതായ നിസ്കാരത്തിലൂടെ. അതിനു മുമ്പ് മക്ക ഇമാമും മദീന ഇമാമും സാധാരണ പറയാറുള്ള ആ വിശ്വാസത്തിലൂടെ, ഏകദൈവ വിശ്വാസത്തിലൂടെ. രണ്ടാമതായിട്ട് മക്ക ഇമാം എന്ന് ഉണർത്തിയതായ ഡോക്ടർ ഫൈസൽ ഖസാവിയാണ് പ്രാസംഗികൻ. ഇന്ന് മക്കയിൽ അദ്ദേഹം പ്രസംഗിച്ചത് നമസ്കാരത്തെ കുറിച്ചാണ്. നമസ്കാരം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും കേൾക്കുമ്പോൾ പ്രയാസം തോന്നാറുണ്ട്. എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, എപ്പോഴും കേൾക്കുന്ന വിഷയമാണ്. പക്ഷേ ഈ എപ്പോഴും കേൾക്കുന്ന, എപ്പോഴും ഓതുന്ന, എപ്പോഴും ചെല്ലുന്ന, എപ്പോഴും ചെയ്യുന്ന അമലാകുന്ന നമസ്കാരം. ഞാൻ നിസ്കരിച്ചു, നിങ്ങൾ നമസ്കരിച്ചു, അല്പം മുമ്പ് നമസ്കരിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ അല്പം മുമ്പ് നമസ്കരിച്ച നമസ്കാരത്തിന്റെ A മുതൽ Z വരെ ഖുർആൻ കൽപ്പിച്ചതനുസരിച്ചിട്ട് അള്ളാഹനെ പേടിച്ചുകൊണ്ട് മാത്രം നമസ്കരിക്കാൻ സാധിച്ചോ? പറയുന്നതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കാൻ സാധിച്ചോ? അള്ളാഹുവിനോട് കേണപേക്ഷയോടുകൂടിയും കീഴ്വണക്കത്തോടു കൂടിയും സമർപ്പണ ബോധത്തോടു കൂടിയും ഹൃദയം തട്ടി നിസ്കരിക്കാൻ സാധിച്ചോ? അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അവിടെയാണ് മക്ക ഇമാമ്. നാം പലരും നമസ്കരിക്കുന്നു, പക്ഷേ നിസ്കരിച്ചാൽ നിസ്കരിക്കാത്ത ഫലം എന്ന് പറയും പോലെ നിസ്കരിക്കും, പക്ഷേ നിസ്കാര കള്ളൻ എന്ന് റസൂൽ പറഞ്ഞതുപോലെ പലരും നിസ്കാര കള്ളനായി മാറിയിരിക്കുകയാണ്. എങ്ങനെ നിസ്കാര കള്ളൻ? ഞാൻ പറയാറുണ്ട് അതിന് ഉദാഹരണം. നാമൊക്കെ ഇമാമിന്റെ ബേക്കിൽ വിട്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇമാമിന്റെ ബേക്കിൽ അല്ലെങ്കിൽ ഹൈവേ റോഡിൽ കൂടി പോകുന്നതായ വണ്ടി പോലെയാണ് നമ്മുടെ നിസ്കാരം. ഇമാമിന്റെ ബേക്കിലായതുകൊണ്ട് ചില ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ തൊട്ട രാഷ്ട്രത്തിലുമെല്ലാം ഉള്ള തുർക്കികളെ പോലെ ഹനഫി മദ്ഹബിന്റെ ഉടമകളാണെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അബു ഹനീഫയും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ തത്വത്തിൽപ്പെട്ടതാണ് എന്ത്? ഹൈവേ റോഡിൽ ഓടുന്ന വണ്ടിയുടെ സ്പീഡിൽ സമീഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ, അങ്ങനെയാണ് അവർ നിസ്കരിക്കുക. സമീഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് ഒന്നും പറയുന്ന കാണുകയില്ല. അതുപോലെ തന്നെ രണ്ട് സൂര്യന്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ റബ്ബിഗ്ഫിർലി വർഹംനി എന്ന് പറയുന്ന പ്രാർത്ഥന ഒന്നും പറയുന്നത് കേൾക്കൂല, ചെയ്യൂല, പറയൂല. നിന്നിട്ട് ഉടനെ തന്നെ ഓടലാണ്. എന്ത് ധൃതിയാണെന്ന്, വീട്ടിൽ തീ പിടിച്ചു പോയോ അതുകൊണ്ട് വീട്ടിലേക്ക് ഓടാൻ വേണ്ടിയുള്ള ഒരുക്കമാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല.
അത്രയും വലിയ ധൃതിയാണ് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കൗമിന് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ. പക്ഷേ മക്കയിലും മദീനയിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് നീട്ടി ഓതും ഒരു മനുഷ്യൻ. ഞാൻ പ്രത്യേക സ്ഥാപനത്തിലേക്ക് ചേർത്ത് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നില്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ കോളേജിൽ പഠിച്ചൊരു മുസ്ലിയാർ അല്ലെങ്കിൽ ഒരു മൗലവി എന്നോടൊരു ദിവസത്തിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ, സംഭവം നടന്നിട്ടൊരു 10 കൊല്ലത്തോളമായി ഏകദേശം, ഖുർബാൻ ഭാഗത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഇവിടെയുള്ള ഇമാമികളൊക്കെ നിസ്കാരം ഒരു ABCD മദ്ഹബിനെ കുറിച്ച് അവർക്ക് അറിയില്ല, സമീഅ അല്ലാഹു ലിമൻ ഹമിദാന്ന് വെച്ചാൽ അവിടെ തന്നെ പാർക്കാൻ ആരാ പറഞ്ഞത് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ ബേജാറായി, ഇയാൾ എന്താ ഓതിയത്, ഇയാൾക്ക് എങ്ങനെ ആരാ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, ഇയാൾക്ക് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്, ഇയാൾ എങ്ങനെയാണ് പാസ്സായത് കോളേജിൽ നിന്നിട്ട്? ബുഖാരികളുടെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീഅ അല്ലാഹു ലിമൻ ഹമിദാ എന്ന് പറഞ്ഞാൽ നീട്ടി വലിച്ച് പ്രാർത്ഥിക്കും. ബുഖാരിയിലുള്ളതാണ്. അവൾ ബുഖാരിയുള്ള ഹദീസ് വരെ ഓതിയിട്ടില്ല എന്നർത്ഥം. എന്നിട്ട് നമ്മെ ആക്ഷേപിക്കുകയാണ് ഇവിടെയുള്ള ഇമാമികൾക്ക് നിസ്കരിക്കാൻ അറിയില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഏതായാലും ഇമാമികൾക്ക് വേണ്ടി വാദിക്കുന്നതല്ല. ഇവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്നിട്ട് നിറഞ്ഞ ഖുർആനും ഹദീസും ഉൾക്കൊണ്ടുകൊണ്ട് ഫത്വ നൽകുന്ന പണ്ഡിതന്മാരിൽ നിന്നിട്ട് പലരിലേക്കും എത്തുന്ന പണ്ഡിതന്മാർ ലോകത്തിൽ വളരെ ദുർലഭമാണ്. എനിക്ക് അനുഭവമാണ്. ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ്. 50 കൊല്ലമായിട്ട് ഇവിടെയുള്ള എല്ലാ സൈസിലുള്ള പണ്ഡിതന്മാരുമായിട്ട് ടച്ചുള്ള വ്യക്തിയും കൂടിയാണ് ഈ സംസാരിക്കുന്ന വ്യക്തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അത് നമ്മുടെ കുറവാണ്. നമ്മുടെ കുറവ് നാം സമ്മതിക്കണം. എന്ത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിന്റെ പ്രത്യേകത അറിയാത്തത് കൊണ്ടും റസൂലുള്ളാഹി നമസ്കരിച്ചത് എങ്ങനെയാണെന്ന് പഠിക്കാത്തത് കൊണ്ടും റസൂലുള്ളാഹി എന്താ കൽപ്പിച്ചത്? ബുഖാരിയുള്ള ഹദീസാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നമ്മുടെ പോക്കറ്റ് നിസ്കരിക്കാൻ പാടില്ല. സല്ലു, നിങ്ങൾ നമസ്കരിക്കുക. എങ്ങനെ നിസ്കരിക്കണം? എന്നെ നിസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ എങ്ങനെ കണ്ടു അങ്ങനെ നിസ്കരിക്കണം. റസൂലുള്ളാഹി നിസ്കരിക്കുന്ന ആയിരങ്ങൾ ഇവിടെ കണ്ടു, ആയിരങ്ങളും 10,000ങ്ങളും കണ്ടു. റസൂലുള്ളാഹി ഇവിടെ നിസ്കാരം നിർബന്ധമായ മുതൽ മരിക്കുന്നത് വരെ ഒരൊറ്റ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ കാണാതെ നിസ്കരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള തട്ടിപ്പിന്റെ ഔലിയാക്കന്മാരും തട്ടിപ്പിന്റെ ശൈഖമാരൊക്കെ പറയാറുണ്ടല്ലോ, അറിവില്ലാത്തവർ, എന്ത് അയാൾ നിസ്കരിക്കുന്ന കാണൂല, അയാൾ നിസ്കരിക്കുന്ന കാണൂല, എന്താ അയാൾ കാണാത്തൊരു രൂപത്തിൽ നിസ്കരിക്കുന്ന ഗ്രേഡിലേക്ക് എത്തിയും. അങ്ങനെയുള്ളതായ ഒരു വ്യക്തി ഇറാഖിൽ കണ്ടപ്പോൾ അന്നത്തെ മുസ്ലിം അമീർ എന്ത് പറഞ്ഞു? എന്നാൽ അദ്ദേഹത്തിനെ ഒന്ന് കാണണം നോക്ക്, അത് എവിടെയുള്ളതെന്ന് വെച്ചു. അദ്ദേഹം സൗമ്യത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല. സൗമ്യത്തിൽ പോയി. സൗമ്യത്ത് പറഞ്ഞ കുടിൽ, അദ്ദേഹത്തിന്റെ കുടിൽ നിന്ന് പുറത്തിറക്കി. അമീറാണ്, ഗവർണറാണ്. ഇറങ്ങിയിട്ട് ചോദിച്ചു, എവിടെയാണ് നിസ്കരിച്ചോ? ജനങ്ങൾ പറയാണ് മൂപ്പർ നിസ്കരിച്ചാണ് മക്കത്ത് നിന്ന്. ഇറാഖിലുള്ള മനുഷ്യൻ മക്കത്ത് നിസ്കരിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ മൂപ്പര് വാള് കൊണ്ടിടാന്ന് പറഞ്ഞു. മൂപ്പരൊക്കെ കഥ കഴിച്ചു. എന്നാൽ ഒരു മനുഷ്യന് 2 തടി വേണ്ട, മക്കത്തുണ്ടല്ലോ അയാൾ മതി, ഇയാൾ പോകട്ടെ എന്ന്. മക്കത്തുള്ള തടി ജീവിക്കട്ടെ, ഇവിടെയുള്ള തടി പോകട്ടെ എന്ന് മൂപ്പര് തീരുമാനിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? ഏതായാലും നമ്മുടെ നേതാക്കളൊക്കെ അത്ര സ്ട്രോങ് ആയിരുന്നു. എന്ത് കാര്യത്തിൽ? നിസ്കാരത്തിന്റെ കാര്യത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു ഞാൻ നിർത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടന്ന രോഗത്തിൽ റസൂലുള്ളാഹിന്റെ വാക്ക് കാത് താഴ്ത്തി കേട്ടാലല്ലാതെ കേൾക്കുന്ന രൂപത്തിലല്ല, അത്രയും പ്രയാസപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ പദമാണ് നിസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റ സന്ദർഭത്തിൽ എന്നിട്ട് നിലം പതിച്ചു, അദ്ദേഹത്തിന്റെ വയറ് കീറി. അദ്ദേഹത്തിന് ഡോക്ടർമാർ പറഞ്ഞു ഇദ്ദേഹം ഇനി ജീവിക്കൂല, കാരണം പാല് കഴിക്കുമ്പോൾ വയറിൽ കൂടി പുറത്തിറങ്ങാണ്. അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇനി ജീവിക്കൂല. അപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് മകനോട് ചോദിക്കുന്നു, ഞാൻ തുടങ്ങിയ നിസ്കാരം പൂർത്തിയാക്കിയോ? കാരണം കുത്തുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ്. എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫാണ് നിസ്കാരം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് ആ നിസ്കാരം ഉമർ പൂർത്തിയാക്കിയിട്ടില്ല റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നു ഖത്താബിനെ പിന്നെ എണീറ്റ് ഇരുത്തുകയും മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എണീറ്റ് ഇരുത്തുകയും എന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തു. ഇരുത്തിയിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് ആ ചോരയിൽ മുഴുകുന്ന ആ മഹാനായ നേതൃത്വം നിസ്കരിച്ചു അവസാനം. എന്നിട്ട് പറയുന്ന പദമാണ്, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ ഇസ്ലാമ ലിമൻ ലാ സലാത്ത ലഹു, ലാ ഇസ്ലാമ ലിമൻ ലാ സലാത്ത ലഹു, ലാ ഇസ്ലാമ ലിമൻ ലാ സലാത്ത ലഹു. നിസ്കരിക്കാത്തവന് ഇസ്ലാമില്ല, നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന അർത്ഥത്തിലേക്ക് എന്നർത്ഥം. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾക്ക് നമ്മുടെ നേതാവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പ്രാധാന്യം നാം നൽകണം. മക്ക ഇമാം പറയുകയുണ്ടായി, വൈലുൽ ലിൽ മുസല്ലീൻ എന്ന ഖുർആനിൽ അറഅയ്തല്ലദീ എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞതായ ആ നാശം, ആ അപകടം, ആ നരകത്തിനൊരു ഭാഗം അത് ആർക്കാണ്? അല്ലദീനഹും അൻ സലാത്തിഹിം സഹൂൻ.
നിസ്കാര ടൈമിൽ നമസ്കരിക്കാതിരിക്കുന്ന ആൾ, നമസ്കാര ടൈം കൂട്ടാക്കാതിരിക്കുന്ന ആൾ, അതിൽ അപാകത വരുത്തുന്ന ആൾ എന്നാണ് അതിന് അർത്ഥമെന്ന് പ്രത്യേകം മക്ക ഇമാമ് സംസാരത്തിൽ ഉണർത്തുകയുണ്ടായി. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിക്കുവാൻ, എന്നിട്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുവാനാകട്ടെ. അല്ലാഹുമ്മ ർസുഖ്നാ, എല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ർസുഖ്നാ അൽ ഖുശൂഅ വൽ ഖുദൂഅ ഫിസ് സ്വലവാത്ത്. നിസ്കാരത്തിൽ ഖുശൂഉം ഖുദൂഉം ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ, നൽകണേ രക്ഷിതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് എപ്പോഴും നിസ്കരിക്കുമ്പോൾ ഖുശൂഅോടുകൂടി, ഖുദൂഅോടുകൂടി, ഭക്തിയോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദര സഹോദരിമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുത്തട്ടെ, അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അപ്രകാരം തന്നെ നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇന്ത്യ പോലത്തെ മുസ്ലിങ്ങൾ പ്രയാസപ്പെടുന്ന നാടുകളിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെ അള്ളാഹിലേക്ക് മടങ്ങലിലൂടെ, ദീനിലേക്ക് മടങ്ങലിലൂടെ, ഖുർആനിലേക്ക് മടങ്ങലിലൂടെ, സുന്നത്തിലേക്ക് മടങ്ങലിലൂടെ അവർക്ക് വിജയം കൈവരുത്താൻ, അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ, അവർക്ക് പ്രയാസം ദൂരപ്പെടുത്താൻ നീ തൗഫീഖ് നൽകണേ നാഥ, നൽകണേ നാഥ, നൽകണേ നാഥ. അതുപോലെ സൗദി അറേബ്യ പോലത്തതായ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഖിയാമത്ത് നാൾ വരേക്കും ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന് വിജയ പതാക പറപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തെ മുന്നോട്ട് ഇപ്പോൾ പോകുന്നത് പോലെ മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകാനുള്ളതായ കഴിവ് കൽപ്പ്, അതിനുള്ള എല്ലാ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, രാഷ്ട്രീയ, ആയുധ ശേഷിയെല്ലാം ഇവിടെയുള്ള നേതൃത്വങ്ങൾക്ക് നീ നൽകണേ നാഥ, നൽകണേ നാഥ, നൽകണേ നാഥ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين واراد حكام وعلماء بلاد الحرمين سوءا اللهم فاشغله في نفسه واجعل تدبيره تدميره يا حي يا قيوم يا قوي يا متين يا رب العرش العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.